എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് SCERT പാഠപുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ തുടർച്ചയാണ്. ഒന്നാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ബഷീർ ജയിലിലായ വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ബഷീർ ജയിലിലായ വർഷം. ഓപ്ഷൻ എ 1930, ഓപ്ഷൻ ബി 1931, ഓപ്ഷൻ സി 1935, ഓപ്ഷൻ ഡി 1945. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1930. ഈ 1930 ആൻസറായിട്ട് വരുന്ന മറ്റ് ചോദ്യങ്ങൾ നോക്കാം. CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1930 കേട്ടോ. CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നതും 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം, അതുപോലെ ദണ്ഡി യാത്ര ഏത് വർഷമാണെന്നൊക്കെ ചോദിച്ചാൽ 1930. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി മാർച്ച് നടത്തിയത് 1930 മാർച്ച് 12. 78 അനുയായികളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റുള്ളപ്പോൾ പാറ്റണമല്ലോ, അർത്ഥം എന്ത്? കാറ്റുള്ളപ്പോൾ പാറ്റണമല്ലോ, അർത്ഥം എന്താണെന്നുള്ളത്. ഓപ്ഷൻ എ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓപ്ഷൻ ബി കാറ്റുള്ളപ്പോൾ നെല്ല് പാറ്റണം. ഓപ്ഷൻ സി അവസരങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണം. ഓപ്ഷൻ ഡി അവസരങ്ങൾ വിട്ടുകളയണം. ഉത്തരം ഓപ്ഷൻ എ ആണ്, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാറ്റുള്ളപ്പോൾ പാറ്റണമല്ലോ, അർത്ഥം എന്താണ്? അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, തിരക്കഥ എന്നാൽ എന്ത്? ഓപ്ഷൻ എ തിരശീല എഴുതുന്ന കഥ. ഓപ്ഷൻ ബി തിരമാലകളെക്കുറിച്ചുള്ള കഥ. ഓപ്ഷൻ സി വെള്ളിത്തിരയ്ക്ക് വേണ്ടിയുള്ള കഥ. ഓപ്ഷൻ ഡി തിരക്കിട്ട് എഴുതിയ കഥ. എന്താണ് തിരക്കഥ എന്നാൽ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. വെള്ളിത്തിരയ്ക്ക് വേണ്ടിയുള്ള കഥ. വെള്ളിത്തിരയ്ക്ക് വേണ്ടിയുള്ള കഥയാണ് തിരക്കഥ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരി കൃതി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതി. ഓപ്ഷൻ എ പൂതപ്പാട്ട്. ഓപ്ഷൻ ബി കുറ്റിപ്പുറം പാലം. ഓപ്ഷൻ സി കൂട്ടുകൃഷി. ഓപ്ഷൻ ഡി കാവിലെ പാട്ട്. ഇതെല്ലാം ഇടശ്ശേരിയുടെ കൃതിയാണ്. എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാവിലെ പാട്ട് കേട്ടോ. ഉത്തരം ഓപ്ഷൻ ഡി, കാവിലെ പാട്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതി ഓർമ്മയുണ്ടോ? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരു പിടി നെല്ലിക്ക. ഓർമ്മയുണ്ടോ? ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു പിടി നെല്ലിക്ക എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാനൊരു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരു പിടി ഗോതമ്പ് ആരുടെ കൃതിയായിരുന്നു? സന്തോഷ് ഏച്ചിക്കാനം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംശയം എന്ന അർത്ഥം വരുന്ന വാക്കേത്? സംശയം എന്ന അർത്ഥം വരുന്ന വാക്കേത്? ഓപ്ഷൻ എ ഇണ്ടൽ. ഓപ്ഷൻ ബി ഈശൽ. ഓപ്ഷൻ സി ഛേദം. ഓപ്ഷൻ ഡി ചേതന. സംശയം എന്നുള്ള അർത്ഥം, സംശയം എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈശൽ. ഓപ്ഷൻ ബി ഈശൽ. കൽ, മതിൽ, ഈ പദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന പദമേത്? കൽ, മതിൽ, ഈ പദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന പദം. ഓപ്ഷൻ എ കമ്മതിൽ. ഓപ്ഷൻ ബി കൽമതിൽ. ഓപ്ഷൻ സി കന്മതിൽ. ഓപ്ഷൻ ഡി കന്മതിൽ. ഓക്കെ, ഇവിടെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് കൽ, മതിൽ എന്നുള്ളത് രണ്ട് പദങ്ങൾ ചേർത്ത് എഴുതിയാൽ കന്മതിൽ എന്നുള്ള ഉത്തരമാണ് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി ഒരു ഉത്തരവും 5 ചോദ്യവും.
അതായത് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഈ 5 ചോദ്യത്തിനും ഒരു ഉത്തരമാണ്. ഉത്തരം ഞാൻ അവസാനം പറയാം. ആദ്യം 5 ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം, അക്കാദമികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം. അക്കാദമികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം. മൂന്നാമത്തെ ചോദ്യം, വൈദ്യുത പ്രക്ഷോഭം നടന്ന നഗരം. വൈദ്യുത പ്രക്ഷോഭം നടന്ന നഗരം. നാലാമത്തെ ചോദ്യം, വടക്കുനാഥ ക്ഷേത്രം, പാറമേക്കാവ് ക്ഷേത്രം തുടങ്ങിയവ ഏതു നഗരത്തിലാണ്? വടക്കുനാഥ ക്ഷേത്രം, പാറമേക്കാവ് ക്ഷേത്രം തുടങ്ങിയവ ഏത് നഗരത്തിലാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ ഏത് ജില്ലയിലാണ്? ഗുരുവായൂർ ഏത് ജില്ലയിലാണ്? ഈ 5 ചോദ്യത്തിനുള്ള ഉത്തരം തൃശ്ശൂരാണ് കേട്ടോ. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അക്കാദമികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം തൃശ്ശൂരാണ്. വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരാണ്. ഈ ചോദിച്ച 5 ക്വസ്റ്റ്യനും ഉത്തരം തൃശ്ശൂർ. മോക്ക് ടെസ്റ്റിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്